ഹായ് മക്കളെ, നിങ്ങളുടെ സുഹേൽ സാറാണ്. യൂണിപ്രപ്പിൽ 4th സെമ്മിൻ്റെ ക്രാഷ് കോഴ്സിന് അഡ്മിഷൻ എടുത്ത നിരവധി കുട്ടികൾ ഓരോ ദിവസവും നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറയുന്നത് ആപ്പിൽ വരുന്ന ചെറിയ ചെറിയ കൺഫ്യൂഷൻസ് ആണ്. ആ കൺഫ്യൂഷൻസിന് ഒരു പരിഹാരമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. സോ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ കയറിയിട്ട് ട്രിസ് ലേണിംഗ് എന്ന ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സോ അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ വെച്ചുകൊണ്ട് അതിൽ ലോഗിൻ ചെയ്യുക. ആ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻ്റർഫേസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അതിനകത്ത് 3 പ്രധാനപ്പെട്ട കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്: UG എൻട്രൻസ് എക്സാം, PG PhD എൻട്രൻസ് എക്സാം, യൂണിവേഴ്സിറ്റി പ്രിപ്പറേഷൻ. യൂണിപ്രപ്പിന് അഡ്മിഷൻ എടുത്ത കുട്ടികൾ യൂണിവേഴ്സിറ്റി പ്രിപ്പറേഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഏതാണെന്നുള്ളത് ചൂസ് ചെയ്യാനുണ്ടാവും. എക്സാമ്പിളായിട്ട് ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കൊടുക്കുന്നു. ആൻഡ് സെലക്ട് ഡിഗ്രി എന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കുന്ന കോഴ്സ് ഏതാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ BSc ഫിസിക്സ്, BSc കെമിസ്ട്രി, BSc മാത്തമാറ്റിക്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ BSc മാത്തമാറ്റിക്സ് ചൂസ് ചെയ്യുന്നു. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ഇത് കൊടുത്തു കഴിഞ്ഞാൽ BSc മാത്സിൻ്റെ 6 സെമ്മിൻ്റെയും ലിസ്റ്റുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. സെം വൈസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കോഴ്സ് 4th സെമ്മാണ്. സോ ഞാൻ 4th സെം സെലക്ട് ചെയ്യുന്നു. 4th സെം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ രൂപത്തിലുള്ള ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ പറ്റുന്നുണ്ടാവുക. അതിനകത്ത് ലൈവ് സെക്ഷൻസ്, വീഡിയോ കാർഡ്സ്, ക്വസ്റ്റ്യൻ ബാങ്ക്, ഇത്രയും നിങ്ങൾക്ക് കാണാൻ പറ്റും. ലൈവ് സെക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വരാനിരിക്കുന്ന ഒരു BSc മാത്സ് പഠിക്കുന്ന കുട്ടിയുടെ കോർ പേപ്പർ, കോംപ്ലിമെൻ്ററി പേപ്പർ, ഇംഗ്ലീഷ്, ഇതിൻ്റെ എല്ലാം ഇനി വരാനിരിക്കുന്ന ലൈവുകളുടെ ഷെഡ്യൂളുകൾ നിങ്ങൾക്ക് ആ ലൈവ് എന്ന് പറയുന്ന ഭാഗത്ത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതുവരെ ജൂൺ 4 വരെയുള്ള കംപ്ലീറ്റ് ഷെഡ്യൂൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാണാൻ പറ്റും. ആൻഡ് അതിൻ്റെ തൊട്ട് അടുത്ത് തന്നെ വീഡിയോ കാർഡ് ഉണ്ട്. വീഡിയോ കാർഡ് നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് BSc മാത്സ് പഠിക്കുന്ന കുട്ടിയുടെ കോറ്, കോംപ്ലിമെൻ്ററി സ്റ്റാറ്റിക്, കോംപ്ലിമെൻ്ററി കമ്പ്യൂട്ടർ സയൻസ്, അതുപോലെ തന്നെ കോംപ്ലിമെൻ്ററി ഫിസിക്സ്, ഇംഗ്ലീഷ് എന്നീ പേപ്പറുകൾ കംപ്ലീറ്റ് ആയിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതിൽ നിങ്ങൾക്ക് ഏതിൻ്റെ ക്ലാസ് ആണോ കാണേണ്ടത്, ഒരു എക്സാമ്പിളായിട്ട് ലീനിയർ ആൾജിബ്രയുടെ ക്ലാസ് ആണ് നിങ്ങൾക്ക് കാണേണ്ടതെങ്കിൽ ലീനിയർ ആൾജിബ്ര നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് റെക്കോർഡർ സെക്ഷൻ ആൻഡ് ലൈവ് സെക്ഷൻ എന്ന് പറയുന്ന 2 ഭാഗങ്ങൾ കാണാൻ പറ്റും. ഈ റെക്കോർഡർ സെക്ഷനകത്ത് വരുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. അത് മൊഡ്യൂൾ വൈസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. മെയ് 15 മുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷൻസ് ഇതിൽ അവൈലബിൾ ആയിരിക്കും. ആൻഡ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ലൈവ് ഉണ്ട്. ലൈവ് സെക്ഷൻ എന്ന് പറയുന്നത് ഇതുവരെ കഴിഞ്ഞ ലൈവ് ക്ലാസ്സുകളുടെ റെക്കോർഡർ വേർഷനാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ തൊട്ട് മുകളിലായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീഡിയോസ് കാണാൻ പറ്റും. അതിന് തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് ആ ക്ലാസ്സിൻ്റെ ലെക്ചർ നോട്ട് PDF ഫോർമാറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ വീഡിയോൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ ലെക്ചർ നോട്ടുകൾ ഫുൾ സ്ക്രീൻ ആക്കി മാറ്റാനും പറ്റും. സോ ഇങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള കോഴ്സ് ഏതാണോ, ആവശ്യമുള്ള സബ്ജക്റ്റ് ഏതാണോ അതനുസരിച്ച് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ സബ്ജക്റ്റുകളും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സുകളും അതുപോലെ PYQ ഡിസ്കഷൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. യൂണിപ്രപ്പിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്യൂസും കൺഫ്യൂഷൻസും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് ഏത് സമയത്തും കോൺടാക്ട് ചെയ്യാം. ഏറ്റവും മികച്ച ടെക് സപ്പോർട്ട് യൂണിപ്രപ്പ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ഒരുമിച്ചിരുന്ന് യൂണിവേഴ്സിറ്റി എക്സാം ക്രാക്ക് ചെയ്യാം. സോ ഓൾ ദി ബെസ്റ്റ് ഗൈസ്, ബൈ.